ഹായ് ഹലോ. ഇന്ന് നമുക്കൊരു ഷാള് കൊണ്ടൊരു ആലിയ കട്ട് ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം. അതിന് നമ്മൾ ഷാള് നീളത്തിൽ 4ആയി മടക്കിയിടുക. ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്നത് സ്ലീവാണ്. ഫുൾ സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 24 ഇഞ്ചാണ്. ഈ 24 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മുടെ കൈയുടെ വീതി 8 ഇഞ്ചാണ്. ഈ 8 ഇഞ്ച് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ ചെസ്റ്റിന് 4ആയി ഡിവൈഡ് ചെയ്യുമ്പോൾ 8 കിട്ടും. അതാണ് ഈ 8 ഇഞ്ച്. ഇനി അതിന് ശേഷം ഈ നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ താഴേക്ക് ഒരു 4 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മളൊരു ഒരു നൈസിൽ ഒരു എസ് മാതിരി ഒരു ഷേപ്പിൽ വരച്ചെടുക്കുക. പിന്നെ കൈയിൻ്റെ ലാസ്റ്റുള്ള ആ വീതി എന്ന് പറയുന്നത് ഒരു 4 ഇഞ്ചാണ്. സീം അലവൻസ് നമുക്കൊരു 1/2 ഇഞ്ച് കൂട്ടാം, 4.5 ഇഞ്ച്. എന്നിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് ആ കൈയിൻ്റെ ആ വീതി നമ്മൾ കണക്കാക്കിയിട്ട് അവിടേക്ക് ചരിച്ച് വരച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്തത് നമ്മൾ ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് വെട്ടുന്നത്. ഫ്രണ്ട് ഭാഗത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 11.5 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൻ്റെ ഷോൾഡർ വീതി എടുത്തിരിക്കുന്നത് 6 ഇഞ്ചാണ്. ആം ഹോളിൻ്റെ അളവ് 6.5 എടുത്തിരിക്കുന്നത്. എന്നിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. അതിനുശേഷം ചെസ്റ്റ് അളവ് നമ്മൾ അടയാളപ്പെടുത്തുക. ചെസ്റ്റ് അളവ് എത്രയെന്ന് വെച്ചാൽ 8 ഇഞ്ചാണ്. 8 ഇഞ്ച് സീം അലവൻസ് 1 ഇഞ്ച് കൊടുത്ത് 8 + 1 9 ഇഞ്ച് അടയാളപ്പെടുത്തിയാൽ മതി. ഞാൻ എക്സ്ട്രാ തുണിയുള്ളതുകൊണ്ട് 1 ഇഞ്ചും കൂടി അടയാളപ്പെടുത്തി. അതിനുശേഷം ഷോൾഡറിൽ നിന്ന് ആം ഹോളിലേക്ക് വരച്ച അവിടെ വെച്ചിട്ട് അതിൻ്റെ പകുതി അടയാളപ്പെടുത്തുക. അത് ടേപ്പ് ഇങ്ങനെ മടക്കി വെച്ചാൽ നമുക്ക് പകുതി കിട്ടും. എന്നിട്ട് ഈ കാണുന്ന ഗ്യാപ്പിൻ്റെ ഡിസ്റ്റൻസിൽ ആം ഹോൾ കർവ് വെച്ച് കർവ് വരച്ചെടുക്കുക. ആം ഹോൾ വരച്ചതിന് ശേഷം നമ്മൾ നെക്ക് അടയാളപ്പെടുത്തുക. നെക്ക് 2.5 ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. താഴത്തേക്കുള്ള ലെങ്ത്ത് 5 ഇഞ്ചാണ്. 6 ഇഞ്ച് വരെ ആവാം ലെങ്ത്ത്. അത് 5 ഇഞ്ച് മതി, സ്മാൾ സൈസ് ആണെന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് നമ്മൾ വി ഷേപ്പിലാണ് നെക്ക് എടുക്കുന്നത്. ഈ കഴുത്തിൻ്റെ താഴത്തേക്കൊരു 4 ഇഞ്ച് 3 ഇഞ്ച് 4 ഇഞ്ചല്ല 3 ഇഞ്ച് അടയാളപ്പെടുത്തി ഇൻവേർട്ടഡ് വി ഷേപ്പിൽ നമ്മൾ ഈ 3 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടുന്ന് താഴത്തേക്ക് ഇൻവേർട്ടഡ് വി ഷേപ്പിൽ വരച്ച് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ആലിയ ക്രോപ്പ് ടോപ്പിൻ്റെ ഫസ്റ്റത്തെ ഭാഗം നമ്മുടെ കഴിഞ്ഞു. ഇനി നമ്മൾ ടോപ്പിൻ്റെ ഗാദേഴ്സ് ഇടുന്ന ആ ഭാഗമാണ് നമ്മളിനി അടയാളപ്പെടുത്താൻ പോകുന്നത്. 13.5 ഇഞ്ചാണ് ടോപ്പിൻ്റെ താഴത്തേക്കുള്ള ഇറക്കം നമ്മൾ എടുക്കുന്നത്. വീതി എന്ന് പറയുന്നത് 17.5 ഇഞ്ചാണ് ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് മുഴുവനുണ്ട്. ആ മുഴുവൻ വീതി ഞാൻ എടുക്കുന്നു. ഇതെങ്ങനെ കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ചെസ്റ്റിൻ്റെ ഇരട്ടി അളവാണ് എടുക്കുന്നത്. നമ്മൾ ചെസ്റ്റിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 8 ഇഞ്ചാണ് ഒരു ഭാഗം വരുന്നത്. അപ്പോൾ അതിൻ്റെ 16 ആ 16 ഇഞ്ചാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി ആലിയ ക്രോപ്പിൻ്റെ സെൻറ്റർ പോർഷനിൽ നമ്മൾ അടയാളപ്പെടുത്തിയില്ലേ 13.5 ഇഞ്ച്, അതിൽ നിന്ന് ഒരു 3 ഇഞ്ചും കൂടി സെൻറ്റർ പോർഷനിൽ നിന്ന് മുകളിലേക്ക് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഈ 16.5 ഇഞ്ചിൽ നിന്ന് 13.5 ഇഞ്ചിലേക്ക് ഇങ്ങനെ ക്രോസ് ആയിട്ട് വരച്ചു കൊടുക്കുക. ഇത് തുണിയിൽ വരയ്ക്കുമ്പോൾ ശരിയാവില്ല, അതുകൊണ്ടാണ് ഞാനത് കാണിക്കാതിരുന്നത്. ഇനി നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കുകയാണ്. ബാക്ക് ഭാഗമാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്ക് ഭാഗം റൗണ്ട് നെക്കാണ്. ബാക്ക് നെക്ക് റൗണ്ട് നെക്കാണ്. ആ റൗണ്ട് നെക്ക് ഇങ്ങനെ പതിയെ നൈസിൽ പിടിച്ച് അടിച്ചെടുക്കുക. അതിനുശേഷം എക്സസ് വരുന്ന ആ തുണി അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ആ സ്റ്റിച്ച് ചെയ്ത ആ ഭാഗത്തു നിന്ന് കൊള്ളാത്ത രീതിയിൽ ഒന്ന് കത്രിക കൊണ്ട് മെല്ലെ കട്ട് ചെയ്ത് ഈ കാണുന്ന പോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം തുണി മറിച്ചിടുമ്പോൾ നമുക്ക് നീറ്റായിട്ട് കിട്ടും. ഇനി ഇതിലൊന്നും ഞാനിനി സ്റ്റിച്ച് ചെയ്യുന്നില്ല. അയൺ ചെയ്തെടുത്ത് നീറ്റായിട്ട് ഇരുന്നോളും. ഫ്രണ്ട് പോർഷനും ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇതിപ്പോൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണില്ലേ, നല്ല വൃത്തിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇനി നമ്മൾ ഷോൾഡറാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുണിയുടെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് ആ ലൈനിങ് ഭാഗവും തുണിയുടെ നല്ല ഭാഗവും തമ്മിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് നമ്മുടെ സ്റ്റിച്ചിങ് പുറത്ത് കാണാത്ത രീതിയിൽ അടിക്കുന്നതാണ് ചെയ്യുന്നത്. ഇത് അടിക്കുമ്പോൾ എന്താ പ്രത്യേകിച്ച് ഇതാകണ്ടോ, ഈ കാണുന്ന രീതിയിലാണ് അടിക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ സെൻറ്റർ ഭാഗത്ത്, അതായത് ലൈനിങ്ങിൻ്റെയും ഇങ്ങനെ നമ്മൾ നിവർത്തിയിടുമ്പോൾ ലൈനിങ്ങിൻ്റെയും നല്ല തുണിയുടെയും സെൻറ്റർ ഭാഗത്ത് വെച്ച് വേണം അടിച്ചെടുക്കുക. എന്നാലേ മറിച്ചിടുമ്പോൾ അത് വൃത്തിയിൽ കിട്ടുകയുള്ളൂ. ഇനി അടിക്കാൻ പോകുന്നത്
ടോപ്പിൻ്റെ താഴ്ഭാഗം നമ്മൾ അടയാളപ്പെടുത്തിയില്ലേ, ആ തുണിയുടെ ആ താഴത്തെ ഭാഗത്ത് തുണിയിൽ അതിൽ ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക. നൂല് വീതിയിൽ നീളം വീതിയിലിട്ടിട്ടുള്ള സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ ഒരു 1/4 ഇഞ്ച് വീതി വിട്ടിട്ട് അടുത്ത അങ്ങനെ 2 സ്റ്റിച്ച് കൊടുത്തിട്ട് ഈ കാണുന്ന പോലെ നൂലിൽ എല്ലാം പിടിച്ച് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ഇത് ഫ്രില്ലിടുന്ന രീതിക്കാണ് ഇങ്ങനെ വലിച്ചിട്ട് പോകുന്നത്. നല്ല ക്ഷമയോടെ ചെയ്യണം, അല്ല പറഞ്ഞാൽ ചിലപ്പോൾ നൂല് പൊട്ടിപ്പോവും. അങ്ങനെ ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്തെടുത്തിട്ട് ടോപ്പ് വെച്ച് നോക്കുക നമ്മൾ അടിച്ചത് കറക്റ്റല്ലേ, നീളം അടിച്ചതല്ല, നീളം കറക്റ്റല്ലേ എന്നൊന്ന് നോക്കി നോക്കുക. എന്നിട്ട് ഈ അടിച്ചതിൻ്റെ മീതെ കൂടി നമ്മളൊന്ന് പതിച്ചടിച്ചു കൊടുക്കുക. കാരണം ഈ നൂലൊന്ന് നമ്മളിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത് നേരെ പൊട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്തൊക്കെ പോവും. അതുകൊണ്ടാണ് അതിൻ്റെ മീതെ കൂടി ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ തുണി അതിൽ വെച്ച് ജോയിൻ ചെയ്ത് അടിച്ചെടുക്കുക വേണ്ടുള്ളൂ. ഇനി കൈയും അതൊക്കെ നേരെ വെച്ച് വൃത്തിയിൽ അടിച്ചെടുക്കുക. ഇതിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എങ്ങനെ പതിച്ചടിച്ച് വെച്ചിരിക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ അടിച്ച് വെക്കുക. 2 ഭാഗവും അടിച്ചിട്ടുണ്ട്. ഇനി ഇത് ജോയിൻ ചെയ്ത് കൊടുക്കുക. നല്ല വശത്ത് വെച്ച് ഈ തുണി ജോയിൻ ചെയ്ത് കൊടുക്കുക. ടോപ്പിൻ്റെ മീതെ വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുക. കൈയും എല്ലാതും വെച്ച് അടിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ റെഡിമെയ്ഡ് ടോപ്പ് ഉണ്ടാവില്ല, ആ ടോപ്പ് ഇതിൻ്റെ മേലെ വെച്ചിട്ട് നമ്മുടെ കറക്റ്റ് അളവെടുത്ത് നമ്മൾ അടയാളപ്പെടുത്തി സ്റ്റിച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും. ഈ കാണുന്ന പോലെ പിന്നെ കൈ അങ്ങനെ ജോയിൻ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചോദിക്കാം. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഇത് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്തപ്പോൾ ഒരിക്കലും ഷാൾ കൊണ്ട് സ്റ്റിച്ച് ചെയ്താണെന്ന് പറയില്ല, അത്രയ്ക്ക് നീറ്റായിരുന്നു കാണാൻ. നിങ്ങളിത് കണ്ട് നിങ്ങൾക്കിത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്